നമസ്കാരം. ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം. ഇനി അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. നിയമം ഇങ്ങനെയാണ്. നിയമലംഘനത്തിൻ്റെ ഫോട്ടോ എടുക്കാം, സമ്മാനം നേടാം. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ 94 46 800 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെയോ വാഹനമോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാകണം ഇത്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2,500 രൂപ വിവരം അറിയിച്ചവർക്ക് ലഭിക്കും. ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. അപ്പം ഇതാണ് നമ്മുടെ പുതിയൊരു നിയമം. ഇത് അത്യാവശ്യം നല്ലൊരു നിയമമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മാറേണ്ട മാറ്റങ്ങളിൽ നമ്മുടെ നാട് വൈകിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, ഈ പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ വൃത്തികേടാക്കുന്ന നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും എനിക്കും സംഭവിക്കാറുണ്ട്, നിങ്ങൾക്കും അറിയായിരിക്കും. നമ്മളത് അലക്ഷ്യമായി വലിച്ചെറിയുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ശീലമല്ല. ഇത് ചെറുതാണേ. ഇവിടെ വലിയ ഇതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ ഈ ഹോട്ടൽ വേസ്റ്റുകൾ, കക്കൂസ് മാലിന്യങ്ങൾ, പിന്നെ കോഴി വേസ്റ്റുകളൊക്കെ റോഡിൽ കൊണ്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ തട്ടിയിട്ട് പോകുന്ന ഒരു സാമദ്രോഹികളുണ്ട്. അവന്മാരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നിയമത്തിലൂടെ കൊടുക്കേണ്ടത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ദുരിതമെന്നറിയാം റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ യാത്രകൾ ചെയ്യുന്നിടയിൽ ഞാൻ പല സ്ഥലങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇതേ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പം നമുക്ക് ആ ബുദ്ധിമുട്ട് നമ്മൾ എത്രത്തോളം ഭീകരമാണെന്ന് അറിയാമല്ലോ. അപ്പം അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവർക്കായാലും ആ പ്രദേശവാസികൾക്കായാലും ചെയ്യുന്നവനിങ്ങനെ ചെയ്തിട്ടിട്ട് പോകാം, അവന് പുതിയ പരിപാടികൾ തുടങ്ങാം. ഇതിൻ്റെ പിന്നെ അത് അഴുകി ഇത് വണ്ടിയാണെങ്കിൽ കയറി ഇറങ്ങി പോയി അതിനൊരു രോഗാണുക്കളായി അസുഖങ്ങളായി ഇതൊക്കെ മെനക്കെടുന്നത് ആ പ്രദേശത്തുള്ളവരായിരിക്കും. അന്നേരം അവർക്കൊക്കെ ഉള്ളൊരു ചാൻസായിട്ട് ഇതെടുക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 2,500 രൂപയാണ്, അതായത് ഒരു 2 ദിവസത്തെ പണിക്കൂലി നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് മെനക്കെട്ട് ഈ വമ്പന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്ന കുറച്ചവന്മാരുണ്ട്, അവരെയൊക്കെ ഒന്ന് പൊക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും, നമ്മുടെ വീടോ നമ്മുടെ ബെഡ്റൂമോ നമ്മുടെ ബാത്റൂം നമ്മുടെ കിച്ചണ് ഇതൊക്കെ നമ്മൾ വൃത്തികേടാക്കി ഇടുമോ? പക്ഷേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പം നമ്മുടെ ചിന്ത ഇങ്ങനെയല്ല. നമ്മൾ നേരെ ഇതങ്ങ് തിരിയും. എന്തും വലിച്ചെറിയാനും എന്തും നശിപ്പിക്കാനും എന്തും വൃത്തികേടാക്കാനുള്ള സ്ഥലമാണ് ഈ പൊതുസ്ഥലം എന്നുള്ളൊരു തോന്നലുണ്ട്. എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, തുച്ഛമായ ചില മനുഷ്യന്മാർക്കുണ്ട്. അവർ പക്ഷേ ഒരു വലിയ മനുഷ്യന്മാർക്ക് തന്നെ അതൊരു നാശമാണ്. അപ്പം ഇപ്പം നമുക്കൊരു ഇങ്ങനെ നിയമമുണ്ട്. അതിൽ ജനങ്ങൾ സഹകരിക്കുക ഗവൺമെൻറ്റുമായിട്ട്. എന്നിട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഗവൺമെൻറ്റിന് ഫോട്ടോ അയച്ചു കൊടുത്ത് മാക്സിമം ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ വലിയ ക്യാമറയോ നമ്മൾക്ക് കോളറിൽ പിടിപ്പിക്കാനുള്ള മൈക്കോ ഒന്നും നമ്മുടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ വളരെ മോശമായിരിക്കും നമ്മുടെ വീഡിയോയുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ ബെൽ ബട്ടൺ അമക്കുന്ന ആൾക്കാരൊക്കെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം. Bye.